നമസ്കാരം. SFI വിദ്യാർത്ഥികൾക്കിടയിലും വിദ്യാഭ്യാസ രംഗത്തും ഉണ്ടാക്കുന്ന അരാജകത്വം സമാനതകൾ ഇല്ലാത്തതാണ്. പതിറ്റാണ്ടുകളായി ഈ പരിപാടി തുടങ്ങിയിട്ട് ആരും ശബ്ദിച്ചവരെ ഭരണം ഉപയോഗിച്ച് അടിച്ചമർത്തി. ഇതോടെ SFIക്ക് സമൂഹത്തിലും ഇറങ്ങി എന്ത് തോന്നിവാസവും ചെയ്യാം, അതിനുള്ള അധികാരം അവർക്കുണ്ടെന്ന അവസ്ഥ സംജാതമാവുകയും ചെയ്തു. മുഖ്യമന്ത്രി തന്റെ അംഗരക്ഷകരായി ഈ ഗുണ്ടാ സംഘത്തെ നിയോഗിക്കുന്ന കാഴ്ചയും കേരളം കാണേണ്ടി വന്നു. ക്യാമ്പസുകൾ കൈയടക്കി ഇവർ കാണിക്കുന്ന അതിക്രമങ്ങൾക്ക് കയ്യും കണക്കുമില്ല. മറ്റ് സംഘടനകളിലെ വിദ്യാർത്ഥികളെ കൊന്നൊടുക്കുക, അധ്യാപകരെ ആക്രമിക്കുക, അപമാനിക്കുക, പരീക്ഷകൾ അലങ്കോലപ്പെടുത്തുക എന്നിവയൊക്കെ SFIയുടെ പ്രവർത്തന ശൈലിയാണ്. CPMന്റെയും സർക്കാരിന്റെയും പിന്തുണയോടെയാണ് ഇവർ ഇതെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനെതിരെയാണ് ആദ്യമായി ബിനോയ് വിശ്വത്തെ പോലുള്ള ഒരു നേതാവ് ഇവരെ പരസ്യമായി ചോദ്യം ചെയ്തത്. സത്യത്തിൽ അത് വല്ലാത്തൊരു തിരിച്ചടിയായിരുന്നു. വലിയേട്ടനായി CPIയെ ഒതുക്കി നിർത്താം എന്നായിരുന്നു ചിന്തിച്ചിരുന്നത്. എന്നാൽ CPI സംസ്ഥാന സെക്രട്ടറിയായി ബിനോയ് വിശ്വം വന്നതോടെ പാർട്ടിക്ക് കരുത്തു വന്നു. CK ചന്ദ്രപ്പൻ സെക്രട്ടറി ആയിരുന്ന കാലത്തും സംഘടന ശക്തി പ്രാപിച്ചിരുന്നു. ആ സ്ഥിതിയിലേക്ക് പാർട്ടി വീണ്ടും എത്തിയിരിക്കുന്നു എന്ന് വേണം കരുതാൻ. CPI സംസ്ഥാന സെക്രട്ടറി മുഖത്തടിച്ചതുപോലെ കാര്യങ്ങൾ വെട്ടിത്തുറന്ന് പറഞ്ഞിരിക്കുന്നു. അതിനു പുറകെ രാജ്ഭവനും SFIക്കെതിരെ നടപടിയെടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇതോടെ മൂർച്ചയുള്ള ചുരികയ്ക്കിടയിൽപ്പെട്ടതുപോലെയായി പിണറായിയും ഗോവിന്ദനും. അത്രയേറെ ഭീഷണി സംസ്ഥാനത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഉയർത്തിയ സാഹചര്യത്തിലാണ് SFI നിരോധിക്കാനുള്ള നിയമ നടപടികൾക്ക് രാജ്ഭവൻ നടപടി തുടങ്ങിയിരിക്കുന്നത് എന്നതാണ് വിവരം. കൊയിലാണ്ടിയിൽ കോളേജ് പ്രിൻസിപ്പലിനെ SFIക്കാർ മർദ്ദിച്ച സാഹചര്യത്തിലാണ് തലമുറകളെ നശിപ്പിക്കുന്ന പ്രസ്ഥാനത്തെ ഇല്ലാതെയാക്കാൻ ഗവർണർ നടപടി തുടങ്ങിയത്. ഗവർണർക്കെതിരെ SFIക്കാർ നീക്കം തുടങ്ങിയ ദിവസം മുതൽ ഇതിനെക്കുറിച്ച് രാജ്ഭവൻ ഗൗരവമായ ചിന്തകൾ തുടങ്ങിയിരുന്നു. CPIയുടെ വിദ്യാർത്ഥി സംഘടനയെ പോലും ക്യാമ്പസുകളിൽ പ്രവർത്തിക്കാൻ അനുവദിക്കാതിരിക്കുകയും ഇതിൽപ്പെടുന്ന വിദ്യാർത്ഥിനികളെ അധിക്ഷേപിക്കുകയും ശാരീരികമായി ആക്രമിക്കുകയും ചെയ്തിട്ടും CPI മിണ്ടാതിരുന്നു. ഇത് CPMനെ ഭയന്നതുകൊണ്ടാണ്. വൈകിയാണെങ്കിലും SFI ക്രിമിനലുകളെ തള്ളിപ്പറയാൻ ബിനോയ് വിശ്വത്തെ പോലുള്ളവർ തയ്യാറായത് ആശ്വാസകരം. അപ്പോഴും സ്വന്തം പാർട്ടിയുടെ മറ്റു നേതാക്കളിൽ നിന്ന് ബിനോയ് വിശ്വത്തിന് പിന്തുണ ലഭിക്കാതിരിക്കുന്നതും ശ്രദ്ധിക്കേണ്ടതുണ്ട്. SFIയുടേത് പ്രാകൃത ശൈലിയാണെന്നും ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനാ ശൈലിക്ക് ചേർന്നതല്ലെന്നും ബിനോയ് വിശ്വം പറഞ്ഞപ്പോൾ SFI ഉരുളക്കുപ്പേരി പോലെ മറുപടി നൽകി. തെറ്റു തിരുത്തിയില്ലെങ്കിൽ SFI ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് ബാധ്യതയാകുമെന്ന് തുറന്നടിക്കുകയായിരുന്നു ബിനോയ് വിശ്വം ചെയ്തത്. ഇത് ഒരൊറ്റ CPM നേതാക്കൾക്കും ഇഷ്ടപ്പെട്ടില്ല. ഇല്ലെങ്കിൽ തങ്ങൾക്ക് പുല്ലാണെന്ന ബിനോയ് വിശ്വത്തിന്റെ നിലപാട്. CPIക്ക് SFI ഒരു ബാധ്യതയായി തോന്നിയേക്കാമെങ്കിലും CPMന് അവർ മുതൽക്കൂട്ടാണ്. CPM പിന്തുടരുന്ന അക്രമ രാഷ്ട്രീയത്തിന് നേതാക്കളെ സംഭാവന ചെയ്യുന്ന ഭീകര പ്രസ്ഥാനമാണിപ്പോൾ SFI. മയക്കുമരുന്നിലൂടെയും അക്രമങ്ങളിലൂടെയുമാണ് ഇവർ വിദ്യാർത്ഥികളെ സംഘടനയിലേക്ക് ആകർഷിക്കുന്നത്. SFIയുടെ ഇടിമുറികളിൽ പരിശീലനം നേടിയവരാണ് CPMന്റെ നേതാക്കളായി മാറുന്നത്. നിരവധി കേസുകളിൽ പ്രതിയും പിടികിട്ടാപ്പുള്ളിയുമായ ആർഷോ സർവകലാശാലകളിൽ കാട്ടിക്കൂട്ടിയത് ആക്രമണങ്ങൾ ചരിത്രമാണ്. പിണറായി സർക്കാരിന്റെ ഭരണഘടനാ വിരുദ്ധവും നിയമവിരുദ്ധവുമായ നടപടികളെ സ്വന്തം വിവേചനാധികാരം ഉപയോഗിച്ച് തടയാൻ ശ്രമിച്ച ഗവർണർക്കെതിരെ ഈ നേതാവ് സർവകലാശാലകൾ തോറും കയറിയിറങ്ങി കൊലവിളി നടത്തുകയായിരുന്നു. SFIയുടെ ക്രിമിനൽ കളരിയിൽ പിച്ചവെച്ച ധാർഷ്ട്യത്തിന്റെ ആൾരൂപമായ ഒരു മുൻ MLA തെരുവ് ഗുണ്ടയെ പോലെയാണ് ഗവർണർക്കെതിരെ പ്രസംഗിക്കുന്നത്. എന്തു പറയാനാണ് എന്ന ഗവർണറുടെ പ്രതികരണത്തിൽ പ്രബുദ്ധ കേരളത്തിന്റെ ധർമ്മസങ്കടം കൂടിയുണ്ട്. പക്ഷേ ആരും ഗവർണറെ അനുകൂലിച്ച് രംഗത്ത് വരില്ല. അങ്ങനെ ചെയ്താൽ ആ നേതാക്കളെ ഇവർ ചുരുട്ടിക്കൂട്ടും. കൊയിലാണ്ടി ഗുരുദേവ കോളേജ് പ്രിൻസിപ്പലിനെതിരെയാണ് ഏറ്റവും ഒടുവിലായി SFI ക്രിമിനലുകൾ വധഭീഷണി മുഴക്കിയത്. പ്രിൻസിപ്പലിന് 2 കാലിൽ നടക്കാൻ അനുവദിക്കില്ലെന്നും ആശുപത്രിയിൽ കൊണ്ടുപോകാൻ 2 ആംബുലൻസുകൾ വേണ്ടിവരുമെന്നുമൊക്കെ ഈ SFI നേതാവ് പരസ്യമായി ഭീഷണി മുഴക്കിയിട്ടും പോലീസ് അനങ്ങാപ്പാറ നയം സ്വീകരിക്കുകയാണ് ചെയ്തത്. പാലക്കാട് വിക്ടോറിയ കോളേജ് പ്രിൻസിപ്പലായിരുന്ന ഡോക്ടർ TS സരസുവിന് കോളേജിന്റെ മുറ്റത്ത് കുഴിമാടം നിർമ്മിക്കുകയും എറണാകുളം മഹാരാജാസ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ NL ബീനയുടെ കസേര കത്തിക്കുകയും ഒക്കെ ചെയ്തതിന്റെ തുടർച്ചയാണ് കൊയിലാണ്ടി ഗുരുദേവ കോളേജിലും കണ്ടത്. പൂക്കോട് വെറ്ററിനറി കോളേജ് ക്യാമ്പസിൽ SFIക്കാർ ആൾക്കൂട്ട വിചാരണ ചെയ്ത് കൊലപ്പെടുത്തിയ സിദ്ധാർത്ഥന്റെ മുഖം ആരും മറന്നിട്ടില്ല. നിയമവും കോടതിയുമൊന്നും തങ്ങൾക്ക് ബാധകമല്ലെന്ന് കരുതുന്ന വിഭാഗമാണ് SFI.
കക്ഷി രാഷ്ട്രീയ താൽപര്യം മുൻനിർത്തി ഇക്കൂട്ടരെ CPM സമ്പൂർണ്ണമായി സംരക്ഷിക്കുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ ഇതിൽ മുന്നിൽ നിൽക്കുന്നു. ഡോക്ടർ സരസുവിന് SFI തീർത്ത കുഴിമാടം പ്രതിഷ്ഠാപന കലയായി കാണുകയായിരുന്നല്ലോ CPM നേതൃത്വം. ഇപ്പോൾ SFIയുടെ അതിക്രമങ്ങളെ വിമർശിച്ച ബിനോയ് വിശ്വത്തിനെതിരെയും പ്രമുഖ CPM നേതാക്കൾ രംഗത്ത് വന്നിരിക്കുകയാണ്. എന്നാൽ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്നും SFIക്ക് വേണ്ടത്ര പിന്തുണ ഇപ്പോൾ ലഭിക്കുന്നില്ല. അടുത്ത കാലത്ത് ഗവർണറെ തടഞ്ഞ 7 SFI പ്രവർത്തകരുടെ പേരിൽ ശിക്ഷ കുറഞ്ഞ വകുപ്പുകൾ ചേർക്കണമെന്ന സർക്കാർ നിർദ്ദേശം ക്രമസമാധാന വിഭാഗം അഡീഷണൽ DGPയും പിണറായി വിജയൻ സർക്കാരിന്റെ വിശ്വസ്തരായ MR അജിത് കുമാർ ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥർ തള്ളിയിരുന്നു. RSS പരിപാടിയിൽ പങ്കെടുക്കാൻ ഡൽഹിക്ക് പോയ ഗവർണറെ തടഞ്ഞതിൽ എന്താണ് തെറ്റ് എന്ന് മുഖ്യമന്ത്രി ചോദിച്ചിട്ടും ഉദ്യോഗസ്ഥർ മുഖ്യമന്ത്രിയെ ഗൗനിച്ചതേയില്ല. 3 ഇടത്ത് ഗവർണറെ തടഞ്ഞ് ആക്രമിക്കാൻ ശ്രമിക്കുകയും കാറിന് കേടുപാട് വരുത്തുകയും ചെയ്ത 7 SFIക്കാർക്കെതിരെ 7 വർഷം തടവ് ശിക്ഷ കിട്ടാവുന്ന IPC 124 അടക്കം വകുപ്പുകൾ ചുമത്തി. ഇതടക്കം ചുമത്തണമെന്ന് രാജ്ഭവൻ പോലീസ് മേധാവിയോടും ചീഫ് സെക്രട്ടറിയോടും ആവശ്യപ്പെട്ടിരുന്നു. തുടർന്നാണ് വകുപ്പുകളിൽ മാറ്റം വരുത്തിയത്. സർക്കാർ നിർദ്ദേശം അനുസരിക്കാൻ കഴിയില്ലെന്ന് ഉന്നത ഉദ്യോഗസ്ഥർ സർക്കാരിനെ അറിയിച്ചു. രാഷ്ട്രപതിയെയും ഗവർണറെയും തടയുകയോ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുകയോ ചെയ്യുന്നതിന് ചുമത്തുന്ന വകുപ്പാണിത്. കേരളത്തിൽ ആദ്യമായാണ് ഇത് ചുമത്തുന്നത്. സംഘം ചേരൽ, കലാപശ്രമം, പൊതുമുതൽ നശിപ്പിക്കൽ വകുപ്പുകളാണ് ആദ്യം ചുമത്തിയിരിക്കുന്നത്. പാളയം യൂണിവേഴ്സിറ്റി ലൈബ്രറിക്ക് മുന്നിൽ കാർ തടഞ്ഞ് ആക്രമിക്കാൻ ശ്രമിച്ചതിന് അറസ്റ്റിലായ 7 പേർക്കെതിരെയാണ് IPC 124 ചുമത്തിയത്. പ്രതികൾ കാറിന്റെ ചില്ലിലും ബോണറ്റിലും അടിച്ചതിലൂടെ 76,357 രൂപയുടെ നഷ്ടമുണ്ടായി. എന്നാൽ പോലീസ് സർക്കാരിനെതിരെ തിരിഞ്ഞപ്പോൾ സർക്കാർ അഭിഭാഷകനെ ഉപയോഗിച്ച് കളിക്കാനാണ് സർക്കാർ ശ്രമിച്ചത്. ഗവർണറെ തടഞ്ഞ കേസിൽ പ്രതികളായ SFI പ്രവർത്തകർക്കായി കോടതിയിൽ സർക്കാർ അഭിഭാഷകൻ മലക്കം പറഞ്ഞു. ഗവർണർ നിർദ്ദേശിച്ച പ്രകാരം പ്രതികൾക്കെതിരെ ചേർത്ത 124 വകുപ്പ് നിലനിൽക്കുമോ എന്ന പ്രോസിക്യൂട്ടർ സംശയം പ്രകടിപ്പിച്ചു. പ്രോസിക്യൂഷന്റെ ചുവട് പിടിച്ച പ്രതികളുടെ അഭിഭാഷകനും 124 നിൽക്കില്ലെന്ന് വാദിച്ചെങ്കിലും ഫലമുണ്ടായില്ല. ഈ വിദ്യാർത്ഥികളുടെ കാര്യം ഇപ്പോഴും പ്രതിസന്ധിയിലാണ്. സമരം ചെയ്യാൻ പറഞ്ഞ നേതാക്കളൊന്നും ഇവരെ സഹായിക്കാൻ ഇപ്പോൾ രംഗത്തില്ല. അനുഭവിക്കേണ്ടതെല്ലാം നേരിട്ട് അനുഭവിക്കാനാണ് ഉപദേശം. യഥാർത്ഥത്തിൽ വിദ്യാർത്ഥികളെ ഗവർണർക്കെതിരെ ഇളക്കിവിടുന്നത് മുഖ്യമന്ത്രിയാണ്. ഗവർണർക്കെതിരെ നിരന്തരം സംസാരിക്കുമ്പോൾ മുഖ്യമന്ത്രി പറയുന്നതാണ് ശരിയെന്ന് കരുതുന്ന വിദ്യാർത്ഥികൾ ഗവർണർക്കെതിരെ തിരിയും. ഗവർണർ തന്റെ പദവിയുടെ പ്രാധാന്യം മനസ്സിലാക്കി നിലപാട് സ്വീകരിക്കണമെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നത്. സർക്കാർ നടത്തുന്നത് ധൂർത്തല്ലെന്നും അത് ആരാണ് ചെയ്യുന്നതെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മനസ്സിലാക്കണമെന്നും പിണറായി വിജയൻ പറഞ്ഞിരുന്നു. ഗവർണറുടെ സ്ഥാനത്തിരുന്ന് ചെയ്യുന്ന കാര്യങ്ങൾ ശരിയാണോ എന്ന് ആരിഫ് മുഹമ്മദ് ഖാൻ ആലോചിക്കണമെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. അതായത് ഗവർണറെ വെറുതെ വിടാൻ മുഖ്യമന്ത്രി ഒരുക്കമല്ല. ഗവർണർക്കെതിരെ താൻ നിലപാട് കർശനമാക്കുന്നു എന്നതിന്റെ ആവർത്തനമാണ് മുഖ്യമന്ത്രിയുടെ വാക്കുകൾ. കേരളത്തിന്റെ പ്രശ്നങ്ങൾക്കൊപ്പം നിലനിൽക്കേണ്ടയാളാണ് ഗവർണർ എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും പറഞ്ഞു. RSS പരിപാടിയിൽ പങ്കെടുക്കാനാണ് ഗവർണർ ഡൽഹിയിൽ പോയത്. ഗവർണർ സ്ഥാനത്തിരുന്ന് ആരിഫ് മുഹമ്മദ് ഖാൻ പങ്കെടുക്കേണ്ട പരിപാടിയാണോ അതെന്ന് മുഖ്യമന്ത്രി ചോദിച്ചിരുന്നു. ഗവർണറായി നിൽക്കണമെന്ന് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. വിരട്ടിക്കളയാമെന്നൊന്നും കരുതേണ്ട. ആ സ്ഥാനത്തിരുന്നു കൊണ്ട് ചെയ്യാവുന്ന കാര്യങ്ങളെ ചെയ്യാവൂ. അവസരവാദത്തിന്റെ മൂർത്തിഭാവമാണ് ആരിഫ് മുഹമ്മദ് ഖാൻ. എന്നാൽ ഇതൊന്നും കേരളത്തോട് വേണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സർവകലാശാലകളിലെ സെനറ്റിലേക്ക് ഗവർണർ ആളുകളെ നിയമിച്ചത് ആരു തന്ന പട്ടിക പ്രകാരമാണെന്നും ചോദിച്ചു. എന്തോ ആയുധങ്ങൾ കയ്യിൽ ഉണ്ടെന്നാണ് ഗവർണറുടെ ഭാവം. ഏത് രീതിയിലാണ് ഗവർണർ സർവകലാശാലയിൽ ആളുകളെ നിയമിച്ചതെന്നും മുഖ്യമന്ത്രി. RSS പറയുന്ന ആളുകളെയാണ് നിശ്ചയിക്കുന്നത്. RSS എന്നത് നിങ്ങൾക്ക് യോഗ്യതയായിരിക്കാമെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി കേരളത്തിലെ ജനങ്ങൾക്ക് അങ്ങനെയല്ലെന്നും പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഗവർണറെ തടഞ്ഞതിൽ ഒരു തെറ്റുമില്ലെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ ഭാവം. ഇക്കാര്യം കോടതിയിൽ ഉന്നയിച്ച സ്വന്തം പ്രവർത്തകരെ രക്ഷിക്കാനാണ് മുഖ്യമന്ത്രി ശ്രമിച്ചത്. കുരങ്ങന്മാരെ കൊണ്ട് ചുടുചോർ വാരിക്കാനാണ് മുഖ്യമന്ത്രിയുടെ ശ്രമം. മറ്റൊരു സംസ്ഥാനത്തും ഗവർണർക്കു നേരെ ഇത്രയും രൂക്ഷമായ കടന്നാക്രമണം ഉണ്ടായിട്ടില്ല. ഗവർണറെ തടയുമ്പോൾ സ്വാഭാവികമായും പോലീസ് ഇടപെടും. അതിക്രമം നോക്കി നിന്നാൽ പോലീസിന്റെ പണി തെറിക്കും. ഏതെങ്കിലും വിദ്യാർത്ഥികൾക്ക് എന്തെങ്കിലും സംഭവിച്ച ഗവർണർ അതിന് മറുപടി പറയേണ്ടി വരുമെന്നാണ് സർക്കാർ പറയുന്നത്. ഗവർണറെ പ്രകോപിപ്പിച്ച് മനഃപൂർവ്വം സംഘർഷമുണ്ടാക്കുകയാണ് ലക്ഷ്യം. അതായത് ഗവർണറെ മനസമാധാനത്തോടെ ജീവിക്കാൻ വിടില്ലെന്ന് ചുരുക്കം. നന്ദി.